ഹായ് നമസ്കാരം. ഇതിനാണ് ഞാനെന്നുള്ളത് മഞ്ചേരി പുൽപ്പറ്റയാണ്. 2 ദിവസം മുന്നേ റീൽസായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു സൈറ്റ് അളക്കാൻ വന്ന സമയത്ത് തൊട്ടടുത്ത സൈറ്റിൽ ലോക്കൽ ചെയിൻ ലിങ്ക് ചെയ്തതും അത് തുരുമ്പെടുത്തതിന് വിശേഷങ്ങളായിട്ട് റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അളവെടുത്തത് ഏകദേശം 280 മീറ്ററാണ് ഏകദേശം പറഞ്ഞിരുന്നത്. 280 ഇല്ല, 265 മീറ്റർ ഉള്ളൂ. അപ്പോൾ അത് അന്ന് തന്നെ കൺഫേമായി. ഇന്നിപ്പോൾ പിറ്റേ ദിവസം അത് കഴിഞ്ഞുള്ള ദിവസം നമ്മൾ ഇന്നിപ്പോൾ വർക്ക് ചെയ്തു. രാവിലെ ഒരു 8-8:30 വർക്ക് സ്റ്റാർട്ട് ചെയ്താണ്. വർക്കേഴ്സ് എത്തി വർക്ക് സ്റ്റാർട്ട് ചെയ്താണ്. ഇപ്പോൾ ഒരു 4:30 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് അത്യാവശ്യം സ്റ്റാഫ് സ്ട്രെങ്ത് നമുക്ക് ഉണ്ടായിരുന്നു. കാര്യം അത്ര ഏരിയ ഉണ്ടായതുകൊണ്ട് നമുക്കിന്ന് തീർക്കേണ്ടതായിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇവിടെ ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഫുള്ളായിട്ട് കവുങ്ങ്, തെങ്ങ്, വാഴ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പന്നിശല്യാണ് മെയിൻ കൺസേൺ. അപ്പോൾ 5 അടിയാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 അടി വേണ്ട, 4 അടി മതി എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് സജസ്റ്റ് ചെയ്തിട്ട് 4 അടിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. എനിവേ, അപ്പോൾ അവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ക്ലൈൻറ്റ് ഒരു റിട്ടയർഡ് നേവി ഉദ്യോഗസ്ഥനാണ്. സോ പുള്ളിയെ നമ്മൾ വന്ന് കണ്ടു, ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് പറഞ്ഞ പ്രകാരം നമ്മളാണ് സജസ്റ്റ് ചെയ്തത് 3 ഇഞ്ച് 12 kg മതി. പുള്ളി 4 ഇഞ്ചാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മളത് വേണ്ടാന്ന് പറഞ്ഞിട്ട് 3 ഇഞ്ചിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ അത് പ്രകാരം അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി മെറ്റീരിയൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. കാര്യം എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ 3 ഇഞ്ച് 12 kg ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നില്ല. ടാറ്റ വയറിൻ്റെ പ്രൊഡക്റ്റാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കാലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ കാല് കോൺക്രീറ്റ് കാല് നമ്മൾ നോർമലി ചെയ്യുന്ന. ഇവിടെ പാടായതുകൊണ്ട് നമ്മൾ കുറച്ചൊരു അഗ്രസീവായിട്ട് നമ്മൾ 6 അടിയുടെ കാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാര്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് 6 അടിയുടെ കാലം ഉപയോഗിച്ചത്. സഫിഷ്യൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാര്യം കുറച്ച് കോർണേഴ്സ് കാര്യങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ അധികം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സപ്പോർട്ടുകളൊക്കെ അധികം കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗി കേട്ടോ സൈറ്റ്. അതുപോലെ ഭയങ്കര ആംബിയൻസാണ്. ഞാൻ ശ്രുതിലുണ്ട് കൂടെ, അപ്പോൾ പുള്ളിയെടുത്ത് പറഞ്ഞുള്ളൂ ഭയങ്കര ആംബിയൻസാണ്. കാര്യം ഇവിടെ തൊട്ടടുത്ത് 2 അമ്പലമുണ്ട്. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു നമ്മുടെ സൈറ്റും കൂടിയാണ്. അതിലുപരി എന്ന് വെച്ചാൽ ഞാൻ പ്രത്യേകം ഇന്ന് ഡ്രോണും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നാളെ തൃശ്ശൂർ വർക്ക് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ വർക്ക് നമുക്ക് നാളെ ചെയ്യാനുണ്ട്. 6 അടി ഹൈറ്റാണ്. അത് പ്ലാനിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 2-3 വർക്ക് കൂടി പ്ലാനിങ് ഉണ്ട്. റെഗുലറായിട്ട് വീഡിയോസ് കാര്യങ്ങളെല്ലാം പ്ലാനിങ് ഉണ്ട്. അതുപോലെ അപ്പം ഒന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ മെറ്റീരിയൽ 12 kg 3 നമ്മളെന്നും പറഞ്ഞ് ഒരു മുഷിപ്പാക്കേണ്ട വെച്ചിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടു. നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ നമ്മളൊരു മിനിമം ബേസ് ആയിട്ടാണ് ഈ 4 ഫീറ്റ് എന്ന് പറയുന്നത്. അല്ല, അവർക്ക് ബേസിക്കായിട്ട് ഒരു പന്നിശല്യം ഒഴിവാക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് മറ്റുള്ള പർപ്പസോ കാര്യങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ വിളിച്ച സമയത്ത് പറഞ്ഞു നമ്മൾ ഏതൊരു വീഡിയോയിൽ നമ്മൾ 350 രൂപ ഒരു മീറ്റർ ചെയിൻ ലിങ്കിന് GI പൈപ്പ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല കേട്ടോ. കാര്യം ഈ ഒരു 3 ഇഞ്ച് 12 kg 4 അടി ഹൈറ്റുള്ള ചെയിൻ ലിങ്ക് ആണെങ്കിൽ നമുക്ക് എങ്ങനെ 850 രൂപയ്ക്ക് മുകളിൽ എന്തായാലും ഒരു മീറ്ററിന് പോകും. ഇപ്പോൾ നമുക്ക് നാളെ തൃശ്ശൂർ അതെ മെറ്റീരിയൽ ഓൺ ദ വേ ആണ്. 6 ഫീറ്റ് ആയിട്ടാണ്. അതെ. അപ്പോൾ സൈറ്റിൽ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ ഇവിടെ 4 അടിയുടെ ഗേറ്റ് ഉണ്ട്. നമ്മൾ അതും കൂടി ഇൻക്ലൂസീവായിട്ടാണ് ചെയ്ത് കൊടുത്തിരുന്നത്. അടക്കാണ് 267 മീറ്ററിനടുത്ത് ഏകദേശം വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അടുക്കണം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 അടി ഹൈറ്റ് പന്നിശല്യം ആയതുകൊണ്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. സോ അത്രയാണ് ഇന്ന് ഇവിടെ സൈറ്റിലെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ റേറ്റിൻ്റെ കാര്യങ്ങളാണ്. നമ്മൾ വീണ്ടും പറയാറുണ്ട് ലോക്കൽ മെറ്റീരിയൽ വെച്ചിട്ടാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും 250-350 രൂപയ്ക്കൊക്കെ ചെയ്യുന്നവരുണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല. ലോക്കൽ മെറ്റീരിയൽ ആണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ചെയ്യില്ല. കാരണം നമുക്ക് അതിനുള്ള ആൾക്കാരെ മനസ്സിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരാൻ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് വിളിക്കുന്ന പല ആൾക്കാരും ഇപ്പോൾ ഞാനിതിൽ 350 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈറലാവുന്ന വീഡിയോയുടെ പോലെ അത് മാത്രം കട്ട് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. അവരോടാണ് പറയുന്നത്. കാര്യം നമുക്ക് അത്ര റേറ്റ് കുറച്ചെടുക്കുമ്പോൾ എന്തായാലും ഒരു പ്രൊഡക്റ്റിന് ഒരു റേറ്റ് കുറഞ്ഞ് കിട്ടുക എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കള്ളത്തരങ്ങളില്ലാതെ ഒരിക്കലും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല. നമ്മൾ അതിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം. കാര്യം നമ്മളൊരു ഫീൽഡ് ഇതായതുകൊണ്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ കുഴപ്പമൊന്നുമില്ല. അത് ഈ പറഞ്ഞ രീതിയിൽ 4 അടി ആയിട്ട് 4 ഇഞ്ചോ 5 ഇഞ്ചോ ഒന്നും ആയിരിക്കില്ല. ഇപ്പോൾ ഭയങ്കര സൈസ് വ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. ഏത് ബ്രാൻഡാണെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു 3-4 വർഷത്തിന് ടെമ്പററി ആയിട്ടുള്ള ഒരു ഫെൻസിങ് ഒക്കെ ആണെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. നമ്മൾ ആരോടും റെക്കമെൻഡ് ചെയ്യാറില്ല, ചെയ്യരുത് തന്നെ പറയാറ്. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യാം. 350-360 ചെയ്യാം. വീണ്ടും പറയുന്നത് ലോക്കൽ മെറ്റീരിയൽ ചെയ്യുമ്പോഴാണ് 350-360. നമ്മുടെ ടാറ്റയുടെ മെറ്റീരിയലിനല്ല ആ റേറ്റ് വരുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ അധികം തീർപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ നാളെ സൈറ്റ് തൃശ്ശൂരുണ്ട്. തൃശ്ശൂരത്തെ സൈറ്റിലെ വീഡിയോസ് കാര്യങ്ങളെല്ലാം വരാനുണ്ട്. ഒപ്പം 2-3 എക്സൈറ്റിംഗ് വീഡിയോസും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് കരുതുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്കും കൂടെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽസും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം നമ്മുടെ ചാനൽ കാണുന്നതിൽ ഏകദേശം 98% ആൾക്കാർ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത്.
അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള പെട്ടെന്ന് എത്തുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. എന്തായാലും മറ്റൊരു സൈറ്റും മറ്റൊരു വീഡിയോ ആയിട്ടും കാണുന്നവരേക്കും ബൈ.